എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19, 20, 21 3 വാക്യങ്ങൾ മൈക്കിൾ കൂടി ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുമല്ലോ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19, 20, 21 വചനഭാഗം മൈക്കിൾ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കും. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. ആമേൻ. നല്ല വചനത്തിനായി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ ഒരു ലേഖനമാണ് ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പീഡാനുഭവങ്ങളിൽ കൂടി ഈ ദൈവദാസൻ എഴുതപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. നമുക്കറിയാം, വർഷങ്ങളായി നമ്മൾ ദൈവശബ്ദം കേട്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി വരാം. ഇന്നും ചിലരുടെ ജീവിതത്തിൽ മറുപടിയില്ലാതെ കണ്ണുനീരും പ്രയാസവും വിഷമവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ചില വിശ്വാസികളായിരിക്കുമ്പോൾ ഈ 2025 ഡിസംബർ മാസം, ഈ 12-ാം മാസം ഒരു ദൂത് എനിക്ക് നിങ്ങളോട് കൈമാറാനുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ദൂത് ഇത്രയേ ഉള്ളൂ, വിശ്വാസം. സങ്കീർത്തനം 23 പ്രിയ സഹോദരൻ ഇവിടെ സംസാരിച്ചു. യഹോവ എന്റെ ഇടയനാകുന്നു. യഹോവ ആരുടെ ഇടയൻ? എന്റെ ഇടയൻ. ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയൻ. കർത്താവ് എന്റെ ഇടയനാണെങ്കിൽ നീ ഭാരപ്പെട്ട, നീ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാളിതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മറുപടിയില്ലാതെ വണ്ണം നീ കണ്ണുനീരൊഴുകി കരയുന്ന ചില വിഷയത്തിന്റെ മറുപടി ഈ 12-ാം മാസം, ഈ 2-ാമത്തെ ആഴ്ചയിൽ ദൈവം ചിലരുടെ മേൽ കൈമാറാൻ പോകുകയാ. കഴിഞ്ഞ 11 മാസക്കാലം നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ചില വിടുതലുകൾ, പിശാച് എവിടെയൊക്കെയോ മറച്ചു വെച്ച ചില അനുഗ്രഹത്തെ ഇന്ന് പകലിൽ ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിലത് ഇന്ന് പകലിൽ നിന്റെ മേൽ സംഭവിക്കാൻ പോകുകയാ. ആ ദൈവിക വിടുതൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ മഹാശക്തി ഇന്ന് ചിലരുടെ മേൽ ഇറങ്ങി വരികയാ. ആമേൻ. നീ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്ന് നിന്നെ പിടിച്ചിറക്കി പുറത്താക്കുവാൻ വെല്ലുവിളിച്ച ചില പൈശാചിക തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അഴിയാൻ പോവാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ആത്മീയ ദൂത് പറയാം. വിശ്വസിച്ചാൽ ഇതുവരെ ചലിക്കാത്ത ചിലത് നിന്റെ മുമ്പിൽ ചലിക്കാൻ പോവുകയാ. ഓ ഹല്ലേലൂയ. കാരണം വിശ്വസിച്ചോ, ആമേ, ചില ദൈവമക്കളുടെ കാൽ കീഴിൽ വെണ്ണീരാകാൻ പോവുകയാ. ആമേ, നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, ആമേ, നിന്റെ ബിസിനസിനെ നോക്കി, ആമേ, നിന്റെ സാമ്പത്തികത്തെ നോക്കി പിശാച് എവിടെയെങ്കിലും വലയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചലിക്കാത്തത്, ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവശക്തി ഇന്ന് പകലിൽ ചിലർ ഇതിനകത്ത് അനുഭവിക്കാൻ പോകുകയാ.
വിശ്വാസം ഉറപ്പുള്ളവർ കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് വർഷങ്ങൾ കൊണ്ട് കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയങ്ങൾ, കഴിഞ്ഞ 11 മാസം നീ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയങ്ങൾ, ഈ 12-ാം മാസം ചിലത് സംഭവിക്കാൻ പോകുകയാ. ആമേൻ. നിന്റെ വീട് ആമേൻ അറിഞ്ഞു കൂടാത്തവർക്ക് അഡ്രസ് കൊടുത്ത ആളെ പറഞ്ഞു വിട്ട് ഈ 12-ാം മാസം ദൈവം നിന്നെ മാറിക്കാൻ പോകുകയാ. യെസ് 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 യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് ഒരുവൻ കുളക്കരയിൽ കിടപ്പുണ്ട്. എല്ലാവരും അവന്റെ ഫ്രണ്ടിൽ കൂടി വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോവുക. എന്നാൽ ഈ മനുഷ്യനെ കഴിഞ്ഞ 38 വർഷമായി ഒരു മറുപടിയില്ല, ഒരു വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇവൻ കിടക്കുന്നത് യേശു കണ്ടു. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇവന്റെ ഫ്രണ്ടിൽ കൂടി പലരും വിടുതൽ പ്രാപിച്ച് കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ വിടുതൽ അവനെ പുറകിലേക്ക് കൊണ്ടുവരികയാ. ഇന്ന് പകലിൽ നിന്റെ വിടുതൽ അവനെ തടഞ്ഞു വെച്ച ചില പൈശാചിക തലങ്ങൾ ഇന്ന് പകലിൽ അത് നിന്റെ തലമുറയുടെ ഭാവിയാകാം, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസമാകാം, നിന്റെ തലമുറയുടെ വിടുതലാകാം. ഉറപ്പുള്ളവർ കരമടിച്ച് ഇന്ന് പകലിൽ നീ ഇരിക്കുന്ന ഇടത്ത് നീ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ കൂടി ആമേ പലരും വെല്ലുവിളിച്ച് കടന്നുപോയെങ്കിൽ ആമേ പരിശുദ്ധാത്മ നിയോഗത്തിൽ വിളിച്ചു പറയാ, നിന്റെ പുറകിൽ ഒരു വിടുതൽ വ്യാപരിക്കുന്നുണ്ട്, നിന്റെ പുറകിൽ ഒരു വിടുതൽ വ്യാപരിക്കുന്നുണ്ട്. മറഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾ, ആമേ കൈവിട്ടു പോയ ചില വിഷയങ്ങൾ, ആമേ മറുപടി ഇല്ലാതെ സാധ്യതയില്ലാതെ ആമേ നിന്നെ ഒതുക്കി വെച്ച ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആ കുടുംബത്തിന്റെ അകത്തളങ്ങൾ മറഞ്ഞിരുന്ന് പോരാടുന്ന ചില പോരാട്ടങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് മരണം വരെ കൊണ്ടുവച്ച് അവൻ നിന്നെ തകർത്ത് ഒതുക്കി കളയുക. നിന്റെ കുടുംബത്തിൽ ഒന്നിനെ എണ്ണത്തിൽ കുറവ് സംഭവിച്ച് അവൻ മറഞ്ഞിരുന്ന് പോരാടുന്ന ശത്രുവിന്റെ ചില ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. യെസ്. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ആമേൻ. ഒരു പക്ഷെ കണ്ണു തുറന്ന് നിനക്ക് കാണുവാൻ കഴിയത്തില്ല, പക്ഷെ കർത്താവിന്റെ വിടുതൽ നിന്റെ പുറകിൽ വരുന്നുണ്ട്, നിന്റെ പുറകിൽ വരുന്നുണ്ട്. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ ആമേ ഒരു രക്തസ്രാവക്കാരിയെ കാണുന്നുണ്ട്. 12 വർഷം ആമേ മുതലെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത് ആരാലും സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാത്ത ആമേ ഏറ്റവും ഭയവരശയായി തീർന്ന ഒരു സഹോദരി എല്ലാവരും ഫ്രണ്ടിൽ കൂടി വിടുതൽ പ്രാപിക്കുമ്പോൾ അവൾ പുറകുവശത്തു കൂടി വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അതാണ് ആ വിശ്വാസം. വിശ്വസിച്ച് വന്നവർ വെറുതെ പോകത്തില്ല, വിശ്വസിച്ച് വന്നവൾ വെറുതെ പോകത്തില്ല. ആമേ. ഈ ദൂത് സ്വീകരിക്കാൻ ഈ നാളുകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് കരയുന്ന കണ്ണുനീരിന്റെ മറുപടി ദൈവം അയക്കാതിരിക്കത്തില്ല. ചില ശരീരങ്ങൾ വിടുതൽ നടക്കാൻ പോവുകയാ. യേശു നിന്റെ പുറകിൽ വന്നിട്ടുണ്ട്, നിന്റെ പുറകിൽ നിൽപ്പുണ്ട്. നിന്റെ വിടുതൽ ആമേ. നിന്ദിച്ചവരും പരിഹസിച്ചവരും അപമാനിപ്പിച്ചവരുടെ നടുവിൽ വൈദ്യന്മാർ കൈവിട്ട് മെഡിസിൻ കൈവിട്ട് ഇനി വീട്ടിൽ മാത്രം ആശ്രയമെന്ന് പറഞ്ഞ് ഒരു വ്യക്തിനകത്ത് നിന്നെ ഒതുക്കി കിടത്തുവാൻ പിശാച് ഭാവിച്ച ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തേ. കരമടിച്ച്. യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സഹോദരി പുരുഷാരത്തിന്റെ ഇടയിൽ കൂടി അവൾ പുറകുവശത്തു കൂടി വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. കണ്ടു? തൊങ്ങൽ തൊട്ട മാത്രയിൽ ശക്തി പുറപ്പെട്ടു. ആവശ്യക്കാർ ആരെങ്കിലും ഇന്ന് പകലിൽ ഈ വചനത്തെ കയറി പിടിക്കാൻ തയ്യാറായാൽ ആമേ ചരിത്രം മാറുന്നത് പോലെ നീ കൊണ്ടുവന്ന ചില ഭാരം, നീ കൊണ്ടുവന്ന വിഷയം ഒരു പക്ഷെ അടുത്തിരിക്കുന്നവളോട്, അടുത്തിരിക്കുന്ന സഹോദരനോട് പറഞ്ഞാൽ മാത്രമേ നിന്റെ വിഷയം അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ നീ വന്നതും നീ ഇരിക്കുന്നതും നിന്റെ വിഷയവും അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശു ആ ഗ്രാമത്തിൽ വരുമ്പോൾ അവൻ രക്തസ്രാവമുള്ളവള് യേശു പുറപ്പെടുന്നതിന് മുമ്പ് കണ്ടു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ ആവശ്യം എന്താണെന്ന് എന്റെ ദൈവം കണ്ടു കഴിഞ്ഞു. യെസ്.
ഹല്ലേലൂയ. വിശ്വസിക്കാൻ തുടങ്ങിയാൽ ഈ ശക്തി അനേകരുടെ മേൽ ഇറങ്ങി വരും. ആമേൻ. വിശ്വാസത്താൽ നിൽക്കുന്നവനെ തളർത്തിക്കളയുവാൻ പിശാച് ഒരുപാട് ഉപാധികൾ കൊണ്ടുവരും. അതിനകത്ത് അന്ത്യത്തോളം ആമേൻ കരുതലോടെ നിൽക്കുന്നവൻ, തീരുമാനമെടുത്തവൾ ഇതിനകത്തുണ്ടെങ്കിൽ, ആമേൻ, ഈ യൂട്യൂബിൽ ഈ സന്ദേശം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൈവിട്ടു പോയ ചില വിടുതലുകൾ, ആമേൻ, പ്രതീക്ഷയില്ലാതെ എല്ലാം അസ്തമിച്ചു പോയെന്ന് നീ തള്ളിക്കളഞ്ഞ ചില വിഷയങ്ങൾ ഈ 12-ാം മാസം, ഈ 2-ാമത്തെ ആഴ്ച പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ആമേ, അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ, ഈ 31-ാം തീയതിക്കുള്ളിൽ, ആമേൻ, മാനുഷ്യമായ ഒരു ശബ്ദമല്ല ഇന്ന് പകൽ സ്വീകരിച്ചു. ദൈവം എന്നോട് പറയുന്ന ദൂത് ഞാൻ ഏറ്റെടുക്കുകയാ. എന്റെ ജീവിതത്തിൽ കൈവിട്ടു പോയത്, എനിക്ക് ഇതുവരെ പ്രാപിക്കാൻ കഴിയാത്തത്, ഞാൻ കേട്ടതും ഞാൻ പ്രാർത്ഥിച്ചതുമായ വിഷയത്തിന്റെ മറുപടിയെ തടഞ്ഞു വെച്ച പിശാചിന്റെ മടയിൽ ഞാൻ കരം ഉയർത്തി പറയുകയാ, എന്റെ മറുപടി വരുന്നുണ്ട്. അവൻ ഇനി മറച്ചു വെക്കാൻ കഴിയത്തില്ല. കാരണം 12-ാം മാസത്തിന്റെ വിടുതൽ, ആവേ, ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കാത്ത അളവിൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റും? ഈ വചനദൂത് എനിക്കുള്ളതാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഈ വചനദൂത് എനിക്കുള്ളതാ. കാരണം കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നടക്കാതെ പോയ ചില വിടുതലുകൾ ഈ മാസം നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. അത് നിന്റെ തലമുറയുടെ ഭാവിയായിരിക്കുക. അത് നിന്റെ ഹല്ലേലൂയ ഉദരത്തെ ബന്ധിച്ച ചില മണ്ഡലങ്ങളായിരിക്കുക. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കരയുന്നവർ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 2025 തന്നെ വാഗ്ദത്തം കേട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വീകരിക്കേ. ഈ മാസം ദൈവം വലിയ വിടുതൽ അയക്കാൻ പോവുകയാ. അല്പം കൊണ്ടും അധികം കൊണ്ട് പ്രവർത്തിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ല. ഒരിക്കൽ ഒരു സഹോദരി യേശുവിന്റെ അടുക്കൽ ഏറ്റവും പുറകിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് വരികയാ, യേശുവേ, എന്നെ സഹായിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണമേ. എന്താ അവളുടെ വിഷയം? അവരുടെ മകൾക്ക് ഭൂത ഉപദ്രവം അതികഠിനമായി കിടക്കുകയാ. ആരാണ് ഈ സഹോദരി? സുറോഫോനിക്കാരിയായ ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ പുറകിൽ നിന്ന് നിലവിളിച്ചോണ്ട് വരുന്നേ. എന്നാൽ യേശു അവളെ കണ്ടു. ശ്രദ്ധിച്ച്, കഴിഞ്ഞ രാത്രി അവളെടുത്ത തീരുമാനം, ആര് തടസ്സം നിന്നാല്, എന്റെ രക്തബന്ധങ്ങൾ എനിക്ക് തടസ്സം നിന്നാല്, വർഷങ്ങൾ കൊണ്ട് എന്റെ തലമുറയെ കൊണ്ട് പല ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ ഓടി പല നേർച്ചകൾ കൊടുത്തിട്ട് എന്റെ കുഞ്ഞിന് ഇതുവരെ സൗഖ്യം കിട്ടിയിട്ടില്ല. പക്ഷേ നാളെ കർത്താവ് ഇതുവഴി വരികയാണെങ്കിൽ നിശ്ചയമായോ പാരമ്പര്യം വലിച്ചെറിഞ്ഞ്, കുലദൈവങ്ങളെ വലിച്ചെറിഞ്ഞ് ഈ യേശുവിന്റെ പുറകിൽ ഞാൻ എത്തും. എന്റെ സങ്കടത്തെ അവന്റെ കൂടെ വിളിച്ചു പറയും. അവൾ ഏറ്റവും പുറകിൽ കിടന്ന് നിലവിളിക്കുകയാ. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. സുറോഫോനിക്കാരിയായ കനാന്യ സ്ത്രീ യേശുവിന്റെ പുറകിൽ നിന്ന് വിളിക്കുകയാ, കർത്താവേ, എന്നെ സഹായിക്കണമേ. യേശുവിന്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ടുവരുന്ന ഒരാളെയും ദൈവം വെറും കൈയോടെ പറഞ്ഞയക്കത്തില്ല. ഞാൻ പറയാം, കഴിഞ്ഞ ചില മാസങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാതെ, ഒരു സമാധാനമില്ലാതെ, പല ഹോസ്പിറ്റലുകളിലും നിന്നെ ഓട്ടിപ്പിച്ച് ഇതുവരെ അതിനകത്തൊരു മറുപടിയില്ലാതെ ദൈവം കരവലയത്താൽ നിർമ്മിതമാക്കിയ ഈ മൺകൂടാരമാകുന്ന ശരീരത്തെ, ഈ മന്ദിരമാകുന്ന ശരീരത്തെ പിശാചെന്ന് പറഞ്ഞവൻ അടിച്ചു പൊളിച്ച് പല രോഗങ്ങളിട്ട്, അസ്ഥി തേയ്മാനമിട്ട്, ഞരമ്പ് വലിച്ചു മുറുക്കി വെച്ച്, ഇല്ലാത്ത രോഗം കൊണ്ടുവച്ച് നിന്നെ അധികം മരുന്ന് കഴിപ്പിച്ച് നിന്നെ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ ആണോ നീ കിടക്കുന്നതെങ്കിൽ ഈ വചനം വിളിച്ചു പറയുക, നിന്റെ പുറകിൽ യേശു വരുന്നുണ്ട്. യേശു വരുന്നുണ്ട്. ആ സൗഖ്യം പ്രാപിക്കുക താല്പര്യമുള്ളവൻ കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ സഹോദരിയുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവളെ നോക്കി ഒരു പദം പറഞ്ഞു, ഇസ്രായേലിൽ പോലും
ആമേ, ഇത്രയും വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ? ആമേ, സ്തോത്രം. നീ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയത്തിന്റെ മറുപടി ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. ഒരു വർഷം കൂടി നിൽക്കട്ടെ, മേലാൽ കാഴ്ചയില്ല എങ്കിൽ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഈ ചാൻസ് നീട്ടി കിട്ടുന്നത് എന്തിനെന്നറിയാമോ? അധികം ഫലം കായ്ക്കാനാ. എല്ലാ വർഷവും ചാൻസ് കിട്ടത്തില്ല. കിട്ടുന്ന സമയം കൂടാരത്തിനകത്ത് കയറിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ചാൻസ് കിട്ടത്തില്ല. ആമേൻ. ചാൻസ് എത്ര സമയം നിൽക്കും എനിക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ പറയാം, ഈ 12-ാം മാസം ഞാൻ പറയാം, 2026 കൈവിട്ടു പോയ ചില വിടുതലുകൾ ചില ദൈവമക്കളുടെ ഭവനത്തിൽ ദൈവം മടക്കി തരും. കാരണം ഇതിനകത്ത് പ്രാർത്ഥിച്ച് കരയുന്ന ചില ദൈവമക്കളുണ്ട്. ഞാൻ ആത്മനിയോഗത്തിൽ പറയാം. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. 26-ാം തീയതി, ഈ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ദൈവാലോചന പറയും. പ്രൈസ് ദി ലോർഡ്. 2026-ാം വർഷത്തെ കുറിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഉപവാസത്തോടെ കടന്നു വരിക. എന്നാൽ ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ വാഗ്ദത്തമുള്ള നിനക്ക് ഒരു നന്മ പോലും പ്രാപിക്കുവാൻ കഴിയാതെ വന്ന എന്തൊക്കെയോ തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ, ചില തടസ്സം വന്നത് നല്ലതിന് വേണ്ടിയാ. ചിലത് വിട്ടുപോയത് നല്ലതിന് വേണ്ടിയാ. കാരണം പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയെ ഒരു കുരുക്കിനകത്തിടുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനിൽ കൂടി, ഒരു ബ്രദറിൽ കൂടി ദൈവം നിന്നെ മാനിക്കും. യെസ് 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 യെസ്. നിന്റെ സഭയും നിന്റെ ജാതിയും നിന്റെ മതവും എന്റെ ദൈവത്തിന് വിഷയമല്ല. ഇവിടെ ഇരിക്കുന്നത് ദൈവമക്കളാണെങ്കിൽ ഈ ദൂത് സ്വീകരിക്കേ. കർത്താവ് കരുതുന്നവനാ. കൈവിട്ടു പോയ ചില വിഷയത്തിന്റെ മറുപടി ദൈവം നിന്റെ മുമ്പിൽ തുറക്കും. കിലോമീറ്റർ അകലെ കിടക്കുന്ന നന്മ നിന്റെ കാഴ്ചപട്ടിൽ ദൈവം അടുപ്പിക്കും. ഈ വർഷം കടന്നു പോകുന്നതിന് മുമ്പ് സങ്കടപ്പെട്ട് കരയുന്ന ചില വിഷയത്തിന്റെ മറുപടി വിശ്വസിക്കുന്നവരിൽ മാത്രമേ ഈ ശക്തി വ്യാപരിക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവരിൽ മാത്രമേ ഈ ശക്തി വ്യാപരിക്കുകയുള്ളൂ. കർത്താവ് എന്നെ ഇന്ന് തൊട്, കർത്താവ് എന്നെ സൗഖ്യമാക്ക്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്ക്. യേശുവിന്റെ നാമത്തിൽ ബെറ്റിൽ നിന്നെ കിടത്തിക്കളയുക. നിന്നെ എഴുന്നേറ്റ് നടക്കാതെ വേണ്ട. നിന്റെ അരയുടെ താഴ്ഭാഗം തളർത്തി നിന്നെ നടക്കാതെ വേണ്ട ഒതുക്കിക്കളഞ്ഞ പോര് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ചൂടബാല ഹസ്തരാജ വൈഡരാജ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില വെല്ലുവിളികൾ ഉടയാൻ പോകുകയാ. ചിലരുടെ തകർച്ചകൾ മാറാൻ പോകുകയാ. 2026 ദൈവം അനുവദിച്ചാൽ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചില അത്ഭുതങ്ങൾ ദൈവമക്കൾ കാണും. നീ വർഷങ്ങൾ കൊണ്ട് കരഞ്ഞ വിഷയങ്ങൾ, നീ കണ്ണുനീരൊഴുകി കരഞ്ഞ ചില വിഷയങ്ങൾ, നിന്റെ തലമുറയുടെ ഭാവി വിഷയം യേശുവിന്റെ നാമത്തിൽ, ചിലരുടെ സാമ്പത്തിക വിഷയം, ചിലരുടെ ജപ്തിയുടെ വിഷയം ഇന്ന് പകൽ ദൈവം ഹല്ലേലൂയ ഏറ്റെടുക്കുകയാ. കരമടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ. ആ കണ്ണുനീരിന്റെ മുമ്പിൽ ഒരു വിടുതൽ, കണ്ണുനീരിന്റെ മുമ്പിൽ ഒരു വിടുതൽ. ചൂടമാന ഹസ്തരാജവയുടെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് ഈ ഹൃദയമാകുന്ന മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. സ്തോത്രം പറയ്. ഇതെന്റെ സ്വന്തം ശക്തിയല്ല, ഇത് സുരൻ ഭാഷ ശക്തിയല്ല. കാരണം ഇത് അത്യന്ത ശക്തിയാ. ഈ അത്യന്ത ശക്തിയെ പ്രാപിക്കുന്നവർ എത്ര പേർ? ഈ ശക്തിയെ സ്വീകരിക്കുവാൻ പ്രാഗത്ഭ്യമുള്ളവർ കരമടിച്ച് സ്വീകരിക്കേ. കർത്താവ് എന്ന് വിളിച്ച് ഇന്ന് പകൽക്കാല ശക്തിയെ ദൈവം നിന്റെ മേൽ അയക്കട്ടെ. ഇത് സാധാരണ ശക്തിയല്ല, ഇത് സ്വന്തം ശക്തിയല്ല. ദൈവത്തിന്റെ ദാനമായ ആ മഹാശക്തി നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. കരമടിച്ച അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അത്യന്ത ശക്തിയാ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്തി 10:3 കൂടി ഒന്ന് വായിച്ചേ. 2 കൊരിന്തി 10:3 വാക്യം.
ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തു പറ, ജഡപ്രകാരം പോരാടരുത്. ജഡപ്രകാരം, സ്തോത്രം, നാക്കുകൊണ്ട് മറുപടി കൊടുക്കാൻ പോകരുത്. സ്തോത്രം പറഞ്ഞ് അമ്മായി അമ്മ പറഞ്ഞത്, മരുമകൾ പറഞ്ഞത് ക്ഷമിക്കണം. ജഡപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല. ചിലര് ചിരിച്ചു കളിക്കുന്നു, അത് മനസ്സിലാകുന്നുണ്ട്. ജഡപ്രകാരം നീ എന്ത് ചെയ്യരുത്. നീ പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് വേണ്ടി കർത്താവ് ചില വഴികളെ തുറക്കും. ദോഷമായത്, തടസ്സമായതിനെ ദൈവം നിന്റെ മുന്നിൽ നിന്ന് നീക്കിത്തരും. സ്തോത്ര, ആമേ, ഹല്ലേലൂയ. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളുടെ ആലോചനയാ, നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ ഉയർച്ചയ്ക്കും തടസ്സമായത്, ഈ മണ്ണിൽ തടസ്സമായത് ചിലതുണ്ട്. പ്രാർത്ഥിക്കയുടെ മുമ്പിൽ നിന്ന് അത് നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിയില്ലേ, കാരണം നിന്നെ മാനിക്കുന്ന ഒരു കർത്താവ്. യെസ്, ഹല്ലേലൂയ. പറ, ഞാൻ ജഡപ്രകാരം പോരാടത്തില്ല. ഞാൻ ക്രിസ്തുവിന്റെ കൂടെ, അവന്റെ മാർവോട് ചേർന്ന്, ആ സാന്നിധ്യത്തിനായി, ആ ദൈവ കൃപയ്ക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി, നിന്റെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. ഹല്ലേലൂയ. ഞാൻ പറയാ, ആമേ, ഇന്ന് നീ പ്രാപിക്കുന്ന ഈ അത്യന്ത ശക്തി, ആമേ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനത്തെ മാറ്റിത്തരാനിടയായി തീരും. ആമേ, ഇവിടെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നിന്റെ തലമുറയുടെ റൂട്ടിനെ മാറ്റിക്കൊണ്ടുവരുവാനിടയായി തീരും. ഇവിടെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നിന്റെ തലമുറയുടെ രോഗബന്ധനത്തെ അഴിച്ചു തരാൻ ഇടയായി തീരും. ഉറപ്പുള്ളവർ, 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 ഉറപ്പുള്ളവർ കരമടിച്ച്. യെസ്, ഹല്ലേലൂയ. നന്മയ്ക്ക് വിരുദ്ധമായി മറഞ്ഞിരിക്കുന്ന ചില പോരാട്ടങ്ങളെ, അവയെ കുടുംബത്തിനകത്ത് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില പൈശാചിക ബാധകൾ യേശുവിന്റെ നാമത്തിൽ എവിടെയാ താമസിക്കുന്നത്? പറണ്ടോട് വിനോബയിൽ താമസിക്കുന്നു. ബ്രദറെ, നിന്റെ കുടുംബത്തിൽ ഒരു മരണം നടന്നു കഴിയേണ്ട സമയം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം നീ ജയിച്ചിട്ടുമില്ല, തോറ്റിട്ടുമില്ല. പിന്നെ എന്താ പാസ്റ്റർ ഇപ്പോഴത്തെ ജീവിതം? ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുക പാസ്റ്ററെ. ഒരു സ്വസ്ഥത പോലുമില്ല, കാരണം ഒരു സമാധാനമില്ല. പക്ഷെ തിരമാല അടിച്ചു പൊങ്ങുന്നത് പോലെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ കുടുംബത്തിനകത്ത് ആമേ പ്രതിസന്ധികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാ. കാരണം മരണകരമായ ചില പ്രതിസന്ധികൾ നിന്റെ കുടുംബത്തിൽ കൊണ്ടിട്ട് പിശാച് മാറി നിൽക്കുകയാ. ഏതോ ഒരു വ്യക്തിയുടെ ചെയ്വനയിൽ കൂടി നിന്റെ കുടുംബത്തെ ബന്ധിച്ചു വെച്ചിരിക്കുകയാ. ആമേ, ഹല്ലേലൂയ. കാരണം ആമേ, തല നിവർത്തി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വണ്ണ ആമേ തലയോട്ടികളാൽ ബന്ധിക്കപ്പെട്ട ഒരു മണ്ഡലം പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഇന്നു പകൽ നീ ഇവിടെ ദൂത് കേൾക്കുമ്പോൾ നിന്റെ പുരക്കകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. വിശ്വാസമുള്ള ദൈവമക്കൾ കരമടിച്ച് സ്വീകരിക്ക്. ആ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചോ. അവന്റെ കുടുംബത്തിൽ വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു പൈശാചിക ബാധ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഒന്ന് പറഞ്ഞ്, രണ്ട് പറഞ്ഞ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, ഹല്ലേലൂയ. അതിനകത്ത് പ്രതികൂല സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ പൈശാചിക തലത്തെ ആത്മാവ് കാണിക്കുകയാ. ഇന്ന് പകലത് അഴിയുകയാ. സങ്കടപ്പെട്ട് കണ്ണുനീരോടെ നീ ഇതിനകത്ത് വന്നൊരു മറുപടിക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തെ കാണുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ നിന്റെ കൂടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നു കിടക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽക്കാലം ബലം പ്രാപിക്കാൻ പോവാ. ഇരുന്നോ ബ്രദറെ? പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തുന്ന സ്തോത്രം ചെയ്തേ. ചിലതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. കാരണം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഇത് അത്യന്ത ശക്തി. എൻ്റെ സ്വന്തം ശക്തിയല്ല, എൻ്റെ സ്വന്തം കഴിവിൽ, എൻ്റെ സ്വന്തം പ്രാഗൽഭ്യത്തോടെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ അത്യന്ത ശക്തിക്ക് മാത്രമേ നിന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വാസം ഉറപ്പുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ. ഞാൻ പറയാം, ആമേ, സ്തോത്രം. രോധ എന്നൊരു ബാല്യക്കാരത്തി, കർത്താവിൻ്റെ ശബ്ദം അവൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. കാരണം 12 വയസ്സ് പ്രായമുള്ളവർ കർത്താവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു. പത്രോസിനും ആമേ കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് ശബ്ദം
ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പത്രോസിന്റെ ശബ്ദത്തെ പ്രാർത്ഥനാ ഹാളിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരു ബാല്യക്കാരത്തി അവൾ പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞെങ്കിൽ ചിലർ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ പോവുകയാ. നീ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ചില വിടുതലുകൾ ഇറങ്ങാൻ പോവുകയാ. നശിപ്പിച്ചു കളയുവാൻ, അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും നുഴഞ്ഞു കയറിയ ചില പൈശാചിക തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കരമടിച്ച് ഹല്ലേലൂയ. ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാ. സ്വൈരതയില്ലാതെ ഉറക്കം പോലും തരാതെ കൊണ്ട് നിന്നെ മുൾമുനയിലാക്കി വെച്ച ചില മണ്ഡലങ്ങൾ, ചില നന്മകളെ നശിപ്പിച്ചു കളഞ്ഞ മണ്ഡലങ്ങൾ, ചില മോഹിനിയുടെ മണ്ഡലങ്ങൾ, ചില വാഗ്ദത്തം തന്ന നിന്റെ ഭാവി വരെ, നിന്റെ വിദ്യാഭ്യാസത്തെ വരെ തകർത്ത് ഒതുക്കിക്കളയുക നിന്റെ പുറകിൽ കടന്നുകൂടിയ ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വിശ്വസിച്ച് കരമടിച്ച ദൂത് സ്വീകരിക്ക്. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളിൽ കൈവിട്ടു പോയ ചില അനുഗ്രഹങ്ങൾ, കൈവിട്ടു പോയ നിന്റെ തലമുറയെ ദൈവം മടക്കി കൊണ്ടുവരികയാ. 12ാം മാസം മറുപടി വേണ്ടേ? 12ാം മാസം വിടുതൽ വേണ്ടേ? പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്ന് നിന്നെ പിടിച്ചിറക്കി പുറത്താക്കി ബാങ്കുകാർ സീൽ ചെയ്ത് പോകാൻ വന്നവനെ ദൈവം മാറ്റി നിർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. Hallelujah. 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 ഇന്നലെ വരെ നിന്നെ ഒതുക്കി കെട്ടിവെച്ച ചില മേഖലകൾ, ഇന്നലെ വരെ നിന്റെ നാവിനെ അടച്ചു കെട്ടിയ ചില മണ്ഡലങ്ങൾ, ഇന്നലെ വരെ നിന്റെ വിടുതന്നെ തടഞ്ഞു വെച്ച ചില പോരുകൾ, ഇന്നലെ വരെ നിന്റെ തലമുറയ്ക്ക് നിനക്കൊരു തലമുറ തരത്തില്ലെന്ന് വെല്ലുവിളിച്ച മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോവുക. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ചില കുടുംബത്തിൽ ചില നന്മകൾ കയറി വരാൻ പോകുന്നു. ചില കുടുംബങ്ങളിൽ ചിലരുടെ കുടുംബങ്ങളിൽ നന്മകൾ കയറി വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ പരിഹസിച്ചവരുടെ നടുവിൽ, നിന്ദിച്ചവരുടെ നടുവിൽ, അപമാനിപ്പിച്ചവരുടെ നടുവിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിച്ചവരുടെ നടുവിൽ, പുറത്ത് അപ്പനോടും അമ്മയോടും പറയാൻ കഴിയാതെ നിന്റെ ഹൃദയത്തിനകത്തിട്ട്, നിന്റെ നെഞ്ചിനകത്തിട്ട് നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത സഹോദരി, പ്രിയ യൗവനക്കാരിയെ പുറത്ത് പറയാൻ കഴിയാതെ നീ അടക്കി പിടിച്ചു കൊണ്ട് നടക്കുന്ന വിഷയത്തെ ദൈവാത്മാവ് തൊടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ കൊണ്ട് എഴുന്നേൽക്കാമോ? ഇന്ന് പകൽക്കാലം നീ കൊണ്ടുവന്ന വിഷയം അതുപോലെ ചേർവിട്ട് എഴുന്നേൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിന്റെ ഭാരം കർത്താവിൽ ഇറക്കുകയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തി വിശ്വസിക്കുന്ന ഒരാളെയും ദൈവം കൈവിടത്തില്ല. കഴിഞ്ഞ 11 മാസം നാം വിശ്വാസത്താൽ ഇറങ്ങി വന്നവരാ. ഒത്തിരി തീച്ചൂളയ്ക്കകത്ത് നമ്മൾ കടന്നുപോയവരാ. ഒത്തിരി മാനുഷ്യ വാക്കിന്റെ മുമ്പിൽ മുറിവേറ്റപ്പെട്ടവരാ. നീയും നിന്റെ കുടുംബവും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളും അനുഭവിക്കേണ്ട നന്മ, ആ ഫലത്തെ പിടിച്ചുപറിക്കാരിയെ പോലെ മറ്റൊരിടത്തിരുന്ന ഒരു പിശാച് അതിനെ വിഴുങ്ങിയെങ്കിൽ, നിന്റെ കുടുംബത്തിൽ അനുഭവിക്കേണ്ട സന്തോഷത്തെ ദുഷ്ടൻ ഇല്ലാതാക്കിയെങ്കിൽ, ആ മറുപടിയെ തടഞ്ഞു വെച്ചവന്റെ മടയില ഇറങ്ങി നിൽക്കുന്ന അവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയത് ഈ ഫാസ്റ്റിംഗ് പ്രയർ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവുകയാ. ഞാൻ തിരിച്ചു പിടിക്കും. ഈ 12ാം മാസം എന്റെ മറുപടി തിരിച്ചു പിടിക്കും. ഈ സന്തോഷം ഞാൻ തിരിച്ചു പിടിക്കും. ഈ സൗഖ്യം ഞാൻ തിരിച്ചു പിടിക്കും. മോളെ ഈ സൗഖ്യം ഞാൻ തിരിച്ചു പിടിക്കും. ഞാൻ യേശുവിന്റെ പ്രിയമകളാണ്. ഞാൻ യേശുവിന്റെ പൊന്നോമനയാണ്. പിശാച് നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ല. എന്റെ ദൈവം വൈദ്യനാണ്. എന്റെ ദൈവം ഡോക്ടറാണ്. യെസ്, ഉറപ്പുണ്ടോ? യേശു ഡോക്ടറാണെന്ന് ഉറപ്പുണ്ടോ? യേശു വൈദ്യനാണെന്ന് ഉറപ്പുണ്ടോ സിസ്റ്റർ? ഉണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ കർത്താവ് നിന്റെ കരച്ചിൽ കാണുന്നുണ്ട്. അനേക ദിനരാത്രങ്ങൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഈ തലമുറയെ ഓർത്ത് വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരമ്മയോട് ദൂത് പറയാനുണ്ട്. ഹല്ലേലൂയ. ഈ 12ാം മാസം 2ാമത്തെ ആഴ്ച നീ സങ്കടപ്പെട്ട് നിന്റെ കുഞ്ഞുമായി ഇവിടെ വന്നില്ലേ? നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്. ഈ കരച്ചില് കാണുന്നൊരു സ്വർഗമുണ്ട്. നീ കരയുന്നത് അപ്പന്റെ പാദത്തിലിരുന്ന ഒത്തിരി പേർ പരിഹസിച്ചവരും നിന്ദിച്ചവരും കളിയാക്കിയവരുമുണ്ട്. ഇത് ദോഷമാണെന്ന് പറഞ്ഞവരുണ്ട്. ഹല്ലേലൂയ. ഇത് പലവിധ
വിവിധമായ പ്രതിസന്ധികൾ ഉണ്ടെന്ന് പറഞ്ഞ് പലരും ഉണ്ട് എന്ന് പറഞ്ഞ് നിന്നെ കളിയാക്കുവാൻ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ കരച്ചിന്റെ മറുപടി ദൈവം വരാൻ പോകുകയാ. 2026 ഈ പ്രാരംഭ മാസങ്ങളിൽ ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പോവുകയാ. പരസ്പര സഹായമില്ലാതെ, ഊന്നുവടിയില്ലാതെ 2026 നിന്റെ തലമുറ നടക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് പറയുകയാ, ഊന്നുവടിയും പിടിച്ചാണ് ഈ ഹോള് നീ കയറി വന്നതെങ്കിൽ ഇന്ന് മുതൽ ആത്മാവിൽ പറയട്ടെ, ഊന്നുവടി ഇല്ലാതെ ഇതിനകത്ത് ഇറങ്ങാൻ പോവുക. വിശ്വാസമുള്ളവർ കരമടിച്ച് ഒരു ഹീലിംഗ് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രോഗിക്ക് വൈദ്യനായി ദൈവമുണ്ട്, രോഗിക്ക് രക്ഷകനായി കർത്താവുണ്ട്. ഹല്ലേലൂയ. വാ തുറന്നു പറ, എന്നെ എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന കർത്താവ് നിരാശയോടെ പറഞ്ഞയക്കത്തില്ല. ഉറപ്പുണ്ടോ? നിരാശപ്പെട്ടു പോകത്തില്ല. ഇവിടെ വന്നത് കർത്താവിന്റെ മുമ്പിലാ. സുരൻ പാസ്റ്ററിന്റെ മുമ്പിലല്ല നിങ്ങൾ ഇരിക്കുന്നേ, സുരൻ പാസ്റ്ററിന്റെ മുമ്പിലല്ല നിങ്ങൾ ഇന്ന് കരയുന്നേ, എൻ്റെ അപ്പന്റെ മുമ്പിലാ. നമ്മൾ ഒരുമിച്ച് ഈ കുഞ്ഞിന് വേണ്ടി അല്പസമയം കരമടിച്ച് സ്വത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടാളത്തുകാർ നടന്നു പോകുന്നത് പോലെ നടന്നു പോകുമ്പോൾ ഈ കുഞ്ഞു വടിയും ഊന്നി നടക്കാൻ പാടില്ല. 19 വയസ്സ് പ്രായമുള്ള ഈ മകളെ ഇന്ന് പകൽക്കാലം സ്വർഗം തൊടേണ്ടതിന് ഹല്ലേലൂയ കരം തട്ടി ദൈവത്തിന് സ്വത്രം ചെയ്. ഞാൻ ഒരിറ്റ ദൂത് പറയാ, എടാ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം നിരാശയോടെ മടക്കി ദൈവം നിന്നെ അയക്കത്തില്ല. നിന്നെ വിളിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്ന ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ്. ഒരെണ്ണം പോലും നഷ്ടപ്പെടത്തില്ല. എടാ ഫറവോനെ, ദൈവമാണ് മോശയുടെ അയച്ചെങ്കിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടത്തില്ലടാ. അതിനെ സംരക്ഷിപ്പാൻ ദൈവത്തിന് അറിയാം. 6 മാസക്കാലമായി കുഞ്ഞ്
പകൽക്കാലം ഈ മോളെ ദൈവം വിടുവിച്ചതിനാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ. കരമടിച്ച് കർത്താവിനെ സ്വന്തം ചെയ്ത്, കരമടിച്ച് കർത്താവിനെ സ്വന്തം ചെയ്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.